എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അടുത്ത വർഷമെങ്കിലും നിർത്തിപ്പോകണം എന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ ചിലപ്പോൾ ഭാര്യമാരോടൊക്കെ വരുന്ന സമയത്ത് പറയല്ലേ, നിങ്ങൾ എത്ര കാലമായി പോകുന്നു, മതിന്ന്. അപ്പോൾ ഒരു വാക്കുണ്ട്, എന്തെന്നറിയാം, ഇത് ലാസ്റ്റ് പോക്കാണ്, ഇനി പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വരിക കേട്ടാ. വന്നു കഴിഞ്ഞാൽ ഈ നിർത്തി മതി, ഇനി നിങ്ങൾ പോകണ്ടെന്ന് പറയുന്ന ഭാര്യമാർക്ക് തന്നെ നമ്മൾ 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞ് നാട്ടിൽ പോകുന്നത് അവർക്ക് തീരാത്ത പ്രശ്നങ്ങളായിരിക്കും. അത് വേണം, അവിടെ കല്യാണം, ഇവിടെ കൊടുക്കണം, അതാക്കണം, ഇതാക്കണം. ഇപ്പം തന്നെ ഈ സമയത്ത് ഈ മാസമെല്ലാം ആകുമ്പോണ്ടല്ലേ, കുട്ടികൾ സ്കൂളിൻ്റെ പഠിത്തം, ബുക്ക്, അവർ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കുക. നമ്മൾ ഈ കേരളത്തിൻ്റെ സീറ്റാണെങ്കിൽ കിട്ടൂല. 100 കുട്ടികൾ എഴുതിയാൽ ഒരു 30 കുട്ടികൾക്ക് സീറ്റ് ഉണ്ടാവില്ല. ബാക്കിയിലെ കുട്ടികൾ പ്രൈവറ്റ് പഠിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇതാക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനും പൈസ. കാരണം നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിദ്യാഭ്യാസം ഒരു ബിസിനസ്സാക്കി മാറ്റുകയാണ് കേട്ടോ. കാരണം അത്രയും സർക്കാരിന് അത്രയും സീറ്റ് കൊടുക്കാൻ കഴിയാത്ത കാരണത്താൽ മറ്റുള്ള ഇപ്പം ബാംഗ്ലൂർ പോയിട്ടും മംഗലാപുരം പോയിട്ടും തമിഴ്നാട്ടിൽ പോയിട്ടൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഫീസ് അടക്കൽ, അതിൻ്റെ അത് മാത്രമല്ല അവർ പുറത്ത് പോയി നിൽക്കുമ്പോൾ റൂം ചിലവ്, ഇതെല്ലാം കൂടി വരുമ്പോണ്ടല്ലേ ഭയങ്കര ഇതാണ്. 1-2 മാസം നമ്മൾ ആരെടുത്ത് ചോദിക്കും? കാര്യങ്ങളാണെങ്കിൽ കുട്ടികളെ നടക്കണം, ആരോട് ചോദിക്കും, ആരോട് കടം വാങ്ങും? കടം വാങ്ങാനോ ഒരാളുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാനിങ്ങനെ തിരിച്ച് ചിന്തിക്കാൻ കേട്ടാ. കാരണം നമ്മളെ നാട്ടിലുള്ളവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. നാട്ടിലുള്ളവർ നമ്മളതിനാക്കാണെങ്കിൽ പ്രവാസികളതിനാക്കാണെങ്കിൽ നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയായിപ്പോവും. കാരണം എന്താണെന്നറിയാം, അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ മനസ്സിലാക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് കണക്കായിട്ട് വിസ പുതുക്കണം, നാട്ടിൽ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണം, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ടിക്കറ്റ് എടുക്കണം, നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സാധനം വാങ്ങണം, കുടുംബക്കാർക്ക് കൊടുക്കണം, അവർക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമല്ലേ. കണ്ണൂർക്കാർക്ക് പ്രത്യേകിച്ച് 2 സ്ഥലത്തേക്കും കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെല്ലാം കൂടി ആകുമ്പോൾ ഇതാണ് ഭയങ്കര ഒരു ഇതാണ്. ചില ഭാര്യമാർ പറയും, നിങ്ങൾ എൻ്റെ വീട്ടിലൊന്നും കൊടുത്തിട്ടില്ലല്ല, എല്ലാം നിങ്ങൾക്കെല്ലാം കൊണ്ടുവന്ന്. ചില ആൾക്കാർ പറയും, ഒന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഞാൻ കണ്ടതിൽ. പ്രവാസികൾക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിസ പുതുക്കുക, പോകുമ്പോൾ അത് ടിക്കറ്റ് വരുമ്പോൾ. നാട്ടിൽ ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. നമ്മളിവിടെ വിസ പുതുക്കുന്ന പൈസ, ടിക്കറ്റ് എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവർക്ക് അവരെ കാര്യങ്ങൾ നടത്താം. അതല്ല എൻ്റെ ശരി. ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും, റബ്ബുണ്ടല്ലോ മേലെ. ഇല്ലെങ്കിൽ നമുക്കൊരു പോക്ക്, ലാസ്റ്റ് പോക്ക് മൂക്കി പഞ്ഞിയും വെച്ചിട്ട് ദിക്റും ചൊല്ലിയും കണ്ട്. ഓക്കെ, എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ.